ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ SLC എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 ചാപ്റ്റർ ഉള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ പഠിച്ചോട്ടെ അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ്, പീരിയോഡിക് ടേബിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയുണ്ട് പീരിയോഡിക് ടേബിളിൽ? 18 ഗ്രൂപ്പ് ഉണ്ട്. താഴോട്ടുള്ളതാണ് എന്ത് ഗ്രൂപ്പ്? 7 പീരിയഡ് ഉണ്ട്. എങ്ങോട്ടുള്ളതാ പീരിയഡ്? സൈഡിലോട്ടുള്ളതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പീരിയഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എത്ര ബ്ലോക്ക് ഉണ്ട്? ഓരോ എലമെന്റ്സിന് ഓരോ ബ്ലോക്കുകളായിട്ട്, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പല പല ബ്ലോക്കുകൾ ഉണ്ടല്ലേ, അതുപോലെ ഓരോ ബ്ലോക്കുകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റത്തെ 2 ഗ്രൂപ്പുകാരെ എസ് ബ്ലോക്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പുകാർ എന്ത് പറയും? ഡി ബ്ലോക്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ളവരെ പി ബ്ലോക്ക് എന്നും പറയും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് എലമെന്റ്സിനെ നമ്മൾ പുറത്തോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്, അവരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പീരിയോഡിക് ടേബിളിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പറയാൻ വേണ്ടി അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയും. ഏതൊക്കെയാ? അതായത് ഫോക്കസ് ഏരിയ, ഷെൽ കോൺഫിഗറേഷൻ. ഒരു ഷെല്ല്, അതായത് ഒരു അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷെല്ല്, ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും എന്ന് വെച്ചിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതാണിത്. എന്ത്? ഇപ്പൊ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 3 ആണ്. അപ്പം ഓരോ ഷെല്ലിൽ എങ്ങനെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്? 2, 8, 18 അങ്ങനെയൊക്കെ അങ്ങ് പോവുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഓരോന്നിന്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന, ഓരോ ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഷെൽ കോൺഫിഗറേഷൻ മാത്രം പഠിച്ചാൽ മതിയോ? അല്ല, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ? അതായത് ഓരോ ഷെല്ല് നിങ്ങൾക്ക് അറിയാലോ, KLMN ഓരോ ഷെൽസ് ഉണ്ട്. ഈ കെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരു സബ്ഷെല്ലേ ഉള്ളൂ. എല്ലിലോ 2, 3, 4 അങ്ങനെ പോവാണ്. അടുത്തതാണ് സബ്ഷെൽ. ഏതൊക്കെയാ സബ്ഷെല്ല്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഈ ഒരു സബ്ഷെല്ല്, ഈ ഓരോ സബ്ഷെല്ലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ്, റൈറ്റ് ദ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ, ഇപ്പം 1s തരും, 2d തരും, 4s തരും, 3f തരും. ഇതിനകത്ത് ഓടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ പെടാത്ത ആരൊക്കെയാണ് കണ്ടാൽ തന്നെ അറിയാലോ നമുക്ക്. അതായത് എസിൽ ഒരു ഫസ്റ്റ് ഷെല്ലിൽ ഒരെണ്ണുള്ളൂ 1s ഉള്ളതാണ്. 2d എത്രയാ? 2d 2 സബ്ഷെല്ലേ ഉള്ളൂ, എസ് ഉണ്ട്, പിയും ഉണ്ട്. അപ്പം ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അടുത്തത് 4s എത്ര എണ്ണം ഉണ്ട്? 4s ഉള്ളതാണ്. അടുത്തത് 3f ഉള്ളതാണോ? 3d വരെ ഉള്ളൂ, 3f ഇല്ല. അപ്പൊ ഇത് 2 തെറ്റാണ്, ഇത് 2ആണ് ശരി. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എന്ത് ചോദിക്കും? എക്സാമിന് ചോദിക്കും. അപ്പം ഒരു ഷെല്ലില് എന്ന് വെച്ചാൽ ഒരു സബ്ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എത്ര സബ്ഷെൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്തതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഓരോ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ തരും. ഇപ്പം എ എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ, ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയാം. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എ എന്ന് പറഞ്ഞ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തരും, 7 ആയിരിക്കും. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. അതായത് നിങ്ങൾക്കറിയാം എസിൽ എത്ര ഇലക്ട്രോൺസിൽ കൊള്ളും? 2 ഇലക്ട്രോൺസിന് എസ് സബ്ഷെല്ലിൽ കൊള്ളും. പി ഇലക്ട്രോൺസിലോ? പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസിന് കൊള്ളും. ഡിയിൽ 10, എഫിൽ 14. ഇങ്ങനെയാട്ടോ ഇലക്ട്രോൺസിനെ കൊള്ളുന്നത് ഓരോ സബ്ഷെല്ലിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് നന്നായിട്ട് എഴുതാൻ പഠിക്കുക. എങ്ങനെയാണ് ഇലക്ട്രോൺസിന് ഓരോ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നതെന്ന്. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് നിങ്ങൾ എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും തന്നെ സബ്ഷെൽ എന്ത് ചെയ്യുക, അതിന്റെ ഓർഡറിലാണ് എഴുതുക. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ എനർജീന്റെ
വിധത്തിൽ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നോബിൾ ഗ്യാസിന്റെ, അതായത് നോബിൾ ഗ്യാസിന്റെ സിമ്പൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, 11 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളോട് പറയാണ് നോബിൾ ഗ്യാസിന്റെ ഷെൽ എന്ന് വെച്ചാൽ സിമ്പൽ വെച്ചിട്ട്. നോബിൾ ഗ്യാസിന്റെ സിമ്പൽ ഏതാ? നോബിൾ ഗ്യാസ് ഏതൊക്കെയാ? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്. ഇവിടെ ഏതൊക്കെയാ? നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നിയോണും ആർഗണും ആയിരിക്കും. ഇപ്പം 18 വരെയുള്ള ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്, നിയോണിന്റെയോ 10 ആണ്. 18 വരെയുള്ള അറ്റോമിക് നമ്പറിന്റെ ഇത് എന്ന് വെച്ചാൽ നോബിൾ ഗ്യാസ് വെച്ചിട്ട് എഴുതാൻ മറ്റോടെ നിങ്ങൾ നിയോണിന്റെ വെച്ച് എഴുതാം. അപ്പം ആദ്യം നിങ്ങളോട് എന്താ ചോദിക്കുക? 11 തന്നിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ എഴുതാൻ വേണ്ടി ചോദിക്കും. ചോദിച്ചിട്ട് എന്താ എഴുതാ? 1s2, 2s2, 2p6, 3s1 ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത്രയും കിടക്കുന്ന ഈ ഒരു ബോക്സിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതുക? നിയോൺ. കാരണം എന്താ? അതിന്റെ എല്ലാ ഇലക്ട്രോൺസിനും കൂട്ടുമ്പോൾ 10 ഉണ്ട്. 10 ആണ് എന്തിന്റെ അറ്റോമിക് നമ്പർ? നിയോണിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ നിയോൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് എന്ത് എഴുതാം? 3s1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്തായി? അതിന്റെ നോബിൾ ഗ്യാസ് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ആർഗന്റെ ആണെങ്കിൽ ഇപ്പൊ 19 തന്നിട്ടുണ്ടെങ്കിൽ എന്താ? ആർഗന്റെ എന്തെഴുതാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബ്രാക്കറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആർഗൺ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സബ്ഷെൽ അനുസരിച്ച് നിങ്ങൾ എഴുതാം. അങ്ങനെയാണ് അതിന്റെ ആൻസർ കിട്ടിയത്. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തതാണ് വാലൻസി. വാലൻസി കണ്ടുപിടിക്കാനും കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാലൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വിധം. അപ്പം ഇപ്പൊ ഞാൻ സോഡിയം തന്നെ എടുക്കാണ്. 2, 8, 9 എടുക്കുക. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ എഴുതിയേക്കണേ. ഷെൽ കോൺഫിഗറേഷൻ കേട്ടോ. ഷെൽ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? വാലൻസി കണ്ടുപിടിക്കാം. അപ്പം 2, 8, 1. ഫസ്റ്റത്തിൽ 2 ഇലക്ട്രോൺസ് നമ്മൾ വെച്ചു, പിന്നത്തിൽ 8 ഇലക്ട്രോൺസിന് വെച്ചു, പിന്നത്തിൽ 1 ഇലക്ട്രോൺസ് ഉള്ളൂ. ഈ 1 ഇലക്ട്രോൺസിനെ കൊണ്ട് അതിന്റെ ബാലൻസ് ഫില്ലാവോ? നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? 8 ഇലക്ട്രോൺസ് ഒരു ഷെല്ലിൽ ഉണ്ടെങ്കിലാണ് എന്ത്? ആ ഷെല്ല് സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പൊ ഇവിടെ 1 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുക അല്ലെ? ഈ 1 ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു എലമെന്റിന് കൊടുത്തിട്ട് വേറൊരു ആറ്റത്തിന് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ രണ്ടിനും യോജിപ്പിച്ച് ഇപ്പൊ ഒരു ആറ്റം, അതായത് ക്ലോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റത്തിനകത്ത് എത്രയുണ്ട്? 2, 8, 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിനകത്ത് ഈ 7 എന്ന് പറയുന്നതിൽ എത്ര ഇലക്ട്രോൺസ് വേണം ബാക്കി? എന്നുവെച്ചാൽ അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ ഫില്ലാവാൻ എത്ര ഇലക്ട്രോൺസ് വേണം? 1 ഇലക്ട്രോൺസ് കൂടെ വേണം. അപ്പൊ ഇവിടുന്ന് 1 ഇലക്ട്രോൺസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് കറക്റ്റ് ആയല്ലോ. അതുപോലെ തന്നെ ഇവിടെ 1 ഇലക്ട്രോൺസിന് വന്നിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ ബാലൻസ് എത്രയാണ്? 1 ആണ്. അതുപോലെ ഇതിപ്പം സോഡിയം അല്ലേ? സോഡിയത്തിന്റെ ബാലൻസ് എത്രയാ? 1 ഇലക്ട്രോൺസിന് അത് കൊടുത്തു. അപ്പൊ അതിന്റെ ബാലൻസ് എത്രയാ? 1 ആണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതാൻ സാധിക്കണം? നിങ്ങൾക്ക് ബാലൻസ് എഴുതാൻ വേണ്ടി സാധിക്കണം. പിന്നെ ഇതിന്റെ കോമ്പൗണ്ട്, ഈ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പൗണ്ട് ഫോർമേഷൻ എഴുതാം. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ കോമ്പൗണ്ട്, ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ബാലൻസ് കണ്ടുപിടിക്കണം. എന്റെ ബാലൻസ് 1 ഉം ബിന്റെ ബാലൻസ് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് എഴുതാം? A2B എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബാലൻസ് എന്ന് വെച്ചാൽ കെമിക്കൽ ഫോർമുല കിട്ടി. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രോമിയം കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന്റെ കാരണം എന്താന്ന് എന്തായാലും ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചു വെക്കാം. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് സാധാരണ വ്യത്യസ്തമായിട്ട് എന്താ? സാധാരണ ഫോറസ്റ്റിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്ത് 3D ഇലക്ട്രോൺസ് പോവാ അല്ലെ? ഇവിടെ എന്താ? ഫോറസ്റ്റിന് 1 ഇലക്ട്രോൺസിന് കൊടുത്തോളൂ. 3Dയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഉണ്ട്. ഇവിടെയോ? കോപ്പറിലോ? 3Dയിൽ 10 ഉണ്ട്. ഇതിന്റെ കാരണം എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാർഷ്യലി ഫിൽഡ് എന്ന് വെച്ചാൽ, പാർഷ്യലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ പകുതി ഫിൽ ആയിട്ടുള്ള ഷെല്ലാണേലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലാണേലും, അതായത് ഡി സബ് ഷെല്ലിന്റെ കേസിൽ പാർഷ്യലി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഷെൽസിന് എന്തായിരിക്കും?
അത് ഒരു ഭയങ്കര മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അത് മോർ സ്റ്റേബിൾ ആണെന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇതിന്റെ കാരണം നിങ്ങൾ ചോദിക്കും. ഇപ്പൊ നിങ്ങളോടിപ്പം 4s2 3d4 എന്ന് പറഞ്ഞ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെന്ന് വിചാരിച്ചോ. അപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ത്, ഇത് മറ്റേതിൻ്റെയാണ്, എന്തിൻ്റെയാ? ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൽ ഏതാ ശരിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെൽ എപ്പോഴും മോർ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളത് എഴുതാം. അടുത്തതാണ് നിങ്ങളോട് ചോദിക്കുന്നത് SPDF ബ്ലോക്ക്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലുണ്ട് എല്ലാത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പം പിന്നെ ചോദിക്കുന്നതാണ് ഏത് ബ്ലോക്കാണ്, അതായത് ഒരു അറ്റോമിക് നമ്പർ തന്നിട്ട് ഇത് ഏത് ബ്ലോക്കാണ്, ഇത് ഏത് പീരീഡ് ആണ്, ഇത് ഏത് ഗ്രൂപ്പാണ്. ഇപ്പൊ നമുക്കറിയാം പീരീഡും ഗ്രൂപ്പൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഇപ്പം നമ്മളോട് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാം. എസ് സബ്ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതോടെ സോഡിയം എസ് സബ്ഷെല്ലാണ്. എസ് സബ്ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലയ്ക്ക് മേലെ എന്താണോ നമ്പർ ഇട്ടേക്കണേ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ്. 1 ആണെങ്കിൽ 1 ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ആണെങ്കിൽ 2 സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. പിന്നെ എന്താ? പീരീഡ്. അതിന്റെ തന്നെ പീരീഡ്, എല്ലാത്തിന്റെ പീരീഡ് എന്താണ്? സെയിം ആണ്. അതായത് ലാസ്റ്റ് നമ്മളിപ്പോൾ എനർജി ഓർഡറിൽ എഴുതുവാണെങ്കിൽ ലാസ്റ്റ് സബ്ഷെല്ലിലുള്ള ആ ഏതാണോ സബ്ഷെല്ല്, ആ ഏത് സബ്ഷെല്ലാണോ 3 ആണെങ്കിൽ 3, ഇനിയിപ്പോൾ അവിടെ 2 ആയിരുന്നോ 2 ആണെങ്കിൽ 2, അങ്ങനെയാണ് എന്ത് അവിടെ നമുക്ക് പീരീഡിന്റെ നമ്പർ വരുന്നത്. അടുത്താണ് ഇപ്പൊ സ്കാൻഡി എടുക്കുക. സ്കാൻഡി എന്താ? ഡി ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആണല്ലേ. ഈ ഡി ബ്ലോക്കിലുള്ള സ്കാൻഡിയം എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക? ഡി ബ്ലോക്കിലുള്ള എസ് ബ്ലോക്കിന്റെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ. അതിന്റെ തലയ്ക്ക് മേലെ എന്ത് നമ്പർ ഇട്ടോട്ടുണ്ടോ അതാണ് അതിന്റെ ഗ്രൂപ്പ്. പിന്നെ സബ്ഷെൽ ഏത് സബ്ഷെല്ലാണോ അത് പീരീഡ്. അടുത്തത് സ്കാൻഡിയത്തിന്റെ ആണെങ്കിലോ ലാസ്റ്റ് ഉള്ള 2 സബ്ഷെല്ലിന്റെ തലയ്ക്ക് മേലെയുള്ള സാധനം കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 + 1 എന്ത് കിട്ടും? അതിന്റെ ഗ്രൂപ്പ് കിട്ടും, 3 കിട്ടും. ഓക്കെ. അടുത്തതാണ് അതിന്റെ ബ്ലോക്ക്. ഏത് ബ്ലോക്കാണ്? അറിയാലോ, ഡി ബ്ലോക്ക് ആണ്. അടുത്തതാണ് എന്ത്? ഓക്സിജൻ. ഓക്സിജൻ ആറ്റത്തില് എന്താ? എവിടെയാ എന്ന് വെച്ചാൽ പി ബ്ലോക്കിലാണ് അത് കിടക്കുന്നത്. നമുക്കറിയാം ലാസ്റ്റത്തെ സബ്ഷെൽ എവിടെയാണോ, ലാസ്റ്റത്തെ ഏതാണോ സബ്ഷെൽ അതാണ് അതിന്റെ ബ്ലോക്ക്. പിന്നെ എന്താ? അതിന്റെ തലയ്ക്ക് മേലെ നമുക്ക് കാണാം എത്രയാ? 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4ന്റെ കൂടെ എന്ത് കൂട്ടും? ഒരു 12ഉം കൂടെ കൂട്ടാം. അതായത് പി ബ്ലോക്കിലുള്ള എലമെന്റ്സിന്റെ എന്ന് വെച്ചാൽ പി ബ്ലോക്കിലാണ് സബ്ഷെല്ല് ലാസ്റ്റ് കാണുന്നത്. പി ബ്ലോക്കിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ ഒരു 12 കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? 16. അതാണ് അതിന്റെ ഗ്രൂപ്പ്. പീരീഡ് എന്താ? പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്, സെക്കൻഡ് പീരീഡ് ആയിരിക്കും. പിന്നെ ഉള്ളത് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പൊ എന്റെ അറ്റോമിക് നമ്പർ 27 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എഴുതുക, പീരീഡ് എഴുതുക, ബ്ലോക്ക് എഴുതുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. പിന്നെ ഉള്ളതാണ് ഇപ്പം ചോദിക്കുന്നതാണ് എസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ പി ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ലാസ്റ്റത്തെ ഇലക്ട്രോൺസ് 4 ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത്? 3p ബ്ലോക്ക് ആട്ടോ. അതിന്റെ ലാസ്റ്റത്തെ ഇലക്ട്രോൺസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മളൊക്കെ പഠിച്ചാണ്. അടുത്തതാണ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരാ? വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതാണ്. ആരാ? മാംഗനീസ് ആണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എവിടെ തൊട്ട്? +2 തൊട്ട് +7 വരെ കാണിക്കും. അപ്പൊ നിങ്ങളോട് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. MnO4 തന്നെന്ന് വിചാരിച്ചോ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ ചോദിക്കും. ഓക്സിജന്റെ എത്രയാ? +2 ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? +2 എത്ര ഓക്സിജൻ ഉണ്ട്? +2 × 4 = 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കാം. അടുത്തതാണ് ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇതൊന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു വീഡിയോ ഇത് പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒക്കെ കളറിന്റെ കാരണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ ഒരു പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും തോറും എന്ത് കൂടും? അയണൈസേഷൻ എനർജി കൂടും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ തുടക്കത്തിൽ ഇതൊക്കെ കുറവായിരിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ തുടങ്ങുവാണ്. ഏതായിരുന്നു അടുത്ത ചാപ്റ്റർ? ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. എന്താണ് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? 3 ലോസ് ഉണ്ട് അല്ലേ? ആ 3 ലോസ് ഏതൊക്കെയായിരുന്നു? ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ബോയിൽസ് ലോ. കെമിസ്ട്രിയുടെ 10ാം ക്ലാസ്സിന്റെ ഈ ഇത്ര 3 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത്, മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ഈ 3 ലോസ് ആണ്. അതെന്ത് ചെയ്യാ? നമ്മുടെ സ്വന്തം ലോസ് ആയിട്ട് എഴുതരുത്, ബാക്കിയുള്ളവർ കണ്ടുപിടിച്ച ലോസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? അവർ എഴുതിയേക്കണം എങ്ങനെയാണോ, എഴുതി വെച്ചേക്കണം എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതണം. അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്, അതായത് വാതകങ്ങളുടെ സവിശേഷത എന്താ നമുക്കറിയാം. എനർജി കൂടുതലായിരിക്കും, പിന്നെ എന്താ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുമെന്നൊക്കെ നമുക്കറിയാം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പൊ നിങ്ങളോട് കുറച്ച് സവിശേഷത വന്നിട്ട് ഇതിനകത്ത് വാതകങ്ങളുടെ സവിശേഷത അല്ലാത്ത ഏതാ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് വോളിയം, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ദ ഗ്യാസ്. നമുക്കറിയാം ഇത് വെച്ചിട്ടാണ്, ഈ വോളിയവും ടെമ്പറേച്ചറും പ്രഷറും വെച്ചിട്ടാണ് എന്ത് വന്നേക്കുന്നത്? 3 ലോസ് വന്നേക്കുന്നത്. അപ്പം വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ ബോയിൽസ് ലോന്റെ ആണെങ്കിൽ ഇപ്പം എ എന്ന് പറഞ്ഞൊരു കണ്ടെയ്നറിൽ, ഒരു സിലിണ്ടറിൽ 10 ലിറ്റർ വോളിയം ഉള്ള ഗ്യാസ് ഉണ്ടായിരുന്നു. ബി എന്ന് പറഞ്ഞ സിലിണ്ടർ ചെറുതായിരുന്നു, 5 ലിറ്ററിന്റെ ആയിരുന്നു. അപ്പൊ എന്നാ എ എന്ന് പറഞ്ഞ സിലിണ്ടറിലെ എല്ലാ ഗ്യാസും നമ്മൾ എങ്ങോട്ട് മാറ്റി? ബിയിലോട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ബിയിലാണോ എയിലാണോ പ്രഷർ അനുഭവപ്പെട്ടത്? പ്രഷർ കൂടുതൽ അനുഭവപ്പെട്ടത് എവിടെയാ? ബിയിലല്ലേ. എന്ന് വെച്ചാൽ ഗ്യാസ് നമ്മൾ തള്ളി കയറ്റുകയല്ലേ ചെയ്തേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തതാണ് പിന്നെ അത് ഏത് ലോ വെച്ചിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബോയിൽസ് ലോ നമുക്കറിയാം. അടുത്താണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോയിൽ എന്താ ചോദിക്കുക? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ട് അതിനകത്ത് 10 ലിറ്റർ വോളിയം ഉള്ള ഒരു ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് ചോദിക്കും. അത് എച്ച് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 5 ലിറ്ററിന് എത്രയായിരിക്കും? h/2 ആയിരിക്കും. 20 ലിറ്ററിന്റെ ആണെങ്കിലോ 2h ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. അത് ഏത് ലോനെ ബേസ് ചെയ്തിട്ടാ? അവഗാഡ്രോസ് ലോ. അതുപോലെ തന്നെ ബലൂൺ വീർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഒക്കെ വെച്ച് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്താണ് ചാൾസ് ലോ. ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല, എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ലോജിക്ക് വെച്ചിട്ട് എഴുതാം. അടുത്താണ് ചാൾസ് ലോ. ചാൾസ് ലോയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്താ നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ കുറച്ച് എലമെന്റിന്റെ, ഒരു 3-5 എലമെന്റിന്റെ അറ്റോമിക് മാസ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പഠിച്ചിട്ട് പോവാ. പിന്നെ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളോട് ഗ്രാം അറ്റോമിക് മാസ് എത്രയാന്നാ ചോദിക്കുക. അപ്പം ഇത്ര എന്ന് വെച്ചാൽ 28 ഗ്രാം നൈട്രജനിൽ അടങ്ങിയിരിക്കുന്ന ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? തന്നിരിക്കുന്ന മാസ് 28 ഡിവൈഡഡ് ബൈ 14 ചെയ്തിട്ടുള്ള നമുക്ക് എന്ത് കിട്ടും? 2 ഗ്രാം അറ്റോമിക് മാസ് കിട്ടും. വലിയ സംഖ്യ ഒന്നും കിട്ടില്ല. അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അടുത്താണ് ഗ്രാം മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് കാണണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അറ്റോമിക് മാസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതാണ്, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ 32 ഗ്രാം ഓഫ് ഓക്സിജനിൽ എത്ര ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താ? 32 ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 തന്നെയാണ്, 1 ഗ്രാം മോളിക്കുലർ മാസ്. ഇത് എല്ലാവർക്കും തെറ്റുന്നതാണ്. കാരണം എന്താ? എല്ലാവരും ആറ്റം ആയിരിക്കും വിചാരിച്ച് ഇവിടെ എന്ത് എഴുതും? 16 എഴുതും. അത് തെറ്റാണ്. അപ്പം അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. അടുത്താണ്, അതിന്റെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും കേട്ടോ. അടുത്താണ് നമ്പർ ഓഫ് മോൾസ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും. 3 മെത്തേഡ്സ് ആണ് മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ളത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തരും. ഇപ്പോൾ ഒരു വലിയൊരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ബൈ 6.022 × 10⁻³ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ല, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കിട്ടുമെന്ന് നമുക്കറിയാം. അടുത്തത് മാസ്. തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോൾസിന്റെ എണ്ണം കിട്ടും. അടുത്തതാണ് വോളിയം. വോളിയം തന്നിട്ടുണ്ടെങ്കിൽ വോളിയം വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഴുതിക്കോണം. ഈ വോളിയം തന്നിരിക്കുന്ന വോളിയം ഡിവൈഡ് ബൈ 22.4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി അതിൽ നിന്ന് നിങ്ങളോട് മോളിക്യൂൾസ് ചോദിക്കുകയാണെങ്കിൽ 2 × 6.022 × 10⁻23 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക?
ആ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കുക. അടുത്തതാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അടുത്ത ചാപ്റ്റർ ആണ്. മെയിനായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കാരണം മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് കൂടും, എന്ത് കുറയും, റിയാക്ടിവിറ്റി കുറയും. അപ്പൊ മുകളിലുള്ളതിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, താഴെയുള്ളതിന് റിയാക്ടിവിറ്റി കുറവായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിപ്പോ ഏതിലാണേലും, വെള്ളത്തിലിട്ടതാണേലും ആസിഡിലിട്ടതാണേലും എന്തിലിട്ടതാണേലും റിയാക്ടിവിറ്റി മുകളിലുള്ളതിന് കൂടുതലായിരിക്കും, താഴെയുള്ളതിന് കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ആസിഡിലിട്ടിട്ടുണ്ടെങ്കിൽ, ആസിഡിൽ മെറ്റലിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഗ്യാസ് വരുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അത് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ നിങ്ങൾ മെയിനായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ത് പഠിച്ചു വെക്കുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതാൻ പഠിച്ചു വെക്കുക. ഓക്സിഡേഷൻ എവിടെ നടക്കുന്നത്? ഇപ്പൊ കുറച്ച് ബീക്കർ വന്നിട്ട് ഇതിൽ ഏതിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? അതായത് മുകളിലുള്ള സാധനം, മുകളിലുള്ള ഇലക്ട്രോണിനേക്കാളും അതായത് താഴെയുള്ളതിനേക്കാളും റിയാക്ടിവിറ്റി ഇട്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഉണ്ടാവണം എന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? റിയാക്ടിവിറ്റി നടക്കുള്ളൂ. അതറിയണമെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. അടുത്തത് ഓക്സിഡേഷൻ നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്ന എവിടെയാ, കളർ ചേഞ്ച് എങ്ങനെയാ ഉണ്ടാവുക, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും. പഠിച്ചിട്ട് പോവാം. അടുത്തതാണ് ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ല് നമുക്കറിയാം. ഇതിന്റെ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അവിടെ ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാന്ന് ചോദിക്കും. ആനോഡിലാണോ കാഥോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത്? റിഡക്ഷൻ. ആനോഡ് കാഥോഡ്, അവിടെ നടക്കുന്ന റിയാക്ഷൻസ്, ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റെഡോക്സ് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോയി. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതാണ്. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. കൂടുതലും എല്ലാ ടോപ്പിക്സും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി തിരിച്ചു വരിക. അപ്പം ഓൾ ദി ബെസ്റ്റ്.